ഇപ്പോൾ സമയം 11 മണിയാണ് കേട്ടോ. ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അതാ മീനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നത്തല മീനാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ അതൊരു 3 ദിവസമൊക്കെ കൊടുക്കും. അപ്പോൾ 10-16 പൂച്ചക്കുട്ടികളെ ഞാൻ നോക്കി വളർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നായക്കുട്ടിയും കൂടി വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവനുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. മീൻകൂട്ടി കുഴച്ച ചോറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഫുഡ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആൾ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ വൈകുന്നേരം വന്നാൽ വരും, അല്ലെങ്കിൽ നാളെ രാവിലെയാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ മീൻ കൂട്ടി കുഴച്ച ചോറും ഒരു മുട്ട പുഴുങ്ങിയതും കൂടി അവന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ മുട്ടയൊക്കെ എടുത്തിട്ട് കഴിക്കണതാണ് കേട്ടോ കാണുന്നത്. റോട്ടിലൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് കഴിക്കുന്നത്. കാരണം വേറെ നായ്ക്കളൊക്കെ വന്നിട്ട് ഇവനെ നന്നായിട്ട് മിരട്ടണം, ഉപദ്രവിക്കുന്നുണ്ട്. എന്താടാ നീ ഇവിടെ കിടക്കണേ പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊരയും ഉപദ്രവമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കട്ടെ, അപ്പോൾ നമുക്ക് എൻ്റെ പൂച്ചക്കുട്ടികൾക്കും കൂടിയും കൊടുക്കാം. അപ്പോൾ അവർ ചെറിയ കുട്ടികളൊക്കെ മുകളിലാണ്, ഇത് വലിയ ആൾക്കാരാണ്. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ താഴെ കൊടുത്തിട്ട് എന്നാൽ ചെറിയ പൂച്ചക്കുട്ടികൾക്ക് മുകളിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവർക്ക് രാവിലെ ഇതേപോലെ കാറ്റ് ഫുഡും പാലൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ 11 മണിയാകുമ്പോൾ ഇങ്ങനെ എന്ത് മീനാ കിട്ടണമെന്ന് വെച്ചാൽ ആ മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കും. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയമാകുമ്പോൾ എടുത്തു കൊടുക്കുക. അപ്പോൾ ഇതാ അവരൊരു 8-9 ചെറിയ കുട്ടികൾ 9 പേരുണ്ട്. അപ്പോൾ അവരിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കണമെന്ന് നോക്കി ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവർ കഴിക്കണം നിർത്തിയിട്ട് എന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ വീട്ടിലൊരു വിരുന്നുകാർ വന്ന പോലെ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ മുകളിൽ കുറച്ച് ചെടികളുണ്ട്, അതും തന്നെ.